ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് മടിയായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളെ മോനു, എൻ്റെ താത്താൻ്റെ മോനാണ്, 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് ഞങ്ങളൊന്ന് എല്ലാവരും ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ഗിഫ്റ്റൊക്കെ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിസൾട്ട് വന്ന ഉടനെ കൂടിയതാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അവനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത് വേറൊരു ദിവസമായിരുന്നു. ആ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരത് എന്തിന് എനിക്ക് അങ്ങനെ മനസ്സിലായി. ഉമ്മച്ചിന്റെ ബർത്ത്ഡേ ആണെന്നില്ല. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തോ? നോട്ടെ ഫോട്ടോ അതിനൊരു ലൈറ്റ് ഉണ്ടല്ലേ, ഒന്നും കൂടി നേരാക്കണം. കുഴപ്പമില്ല, എന്നാലും എനിക്ക് ഓർമ്മ ഉണ്ടല്ലേ. അപ്പം നമുക്കിത് അടിച്ച് പൊളിച്ചണ്ടേ? ഷിദ്മാരെ താരം മറന്നു കൊടുത്തോ. ഇതാ ചേർപ്പൂടെ ഒറ്റക്ക് വരുമോ? എന്താ കാണി, ഓൻ ഒറ്റക്ക് വരണോ കാണി? നമ്മളെടുക്ക പോണേ മുടിയൊക്കെ. അപ്പോൾ ഇത് നമ്മൾ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ വാങ്ങിക്കണത്. ഉമ്മച്ചിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമുക്ക് ചെറിയ ട്രീറ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞു ഹോട്ടലിലേക്കാണ് പോണത് അല്ലേ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി വെക്കാണ്. ഹോട്ടലില് ഒരു ഫുള്ള് മട്ടൻ ബിരിയാണിയാണ്. മുറിച്ചാത്ത മട്ടന് അങ്ങനെ ഫുള്ളാക്കിയിട്ട് ബിരിയാണി അല്ലേ. മട്ടൻ മന്തി ബിരിയാണി, മട്ടൻ മന്തി ഫുള്ള് മട്ടൻ മന്തിയാണ് അവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോവാ അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഹോട്ടലിലേക്ക് പോണത്. അപ്പോൾ സിനു എല്ലാ ഡ്രസ്സും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ കൂടെ ഉപ്പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. അങ്ങനെ നമ്മൾ ഉമ്മച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ ഡ്രസ്സ്. സർപ്രൈസായി കൊടുക്കുകയാണ്. ഉമ്മാക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. എല്ലാവരും ഉമ്മാരെ ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ എല്ലാവരും ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കണം. അത് അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മാക്കായാലും ഉപ്പാക്കായാലും ഇങ്ങനത്തെ റോസ് കളറാണ് ഇഷ്ടം. ഇപ്പം പണ്ട് ഗൾഫിലായിരുന്നെന്ന് ഇമ്മാക്ക് കൊണ്ടുവരുന്ന സാരിയുടെ കറൊക്കെ ഇതാവും ഈ റോസ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതന്നെ ആക്കാൻ വിചാരിച്ചതാട്ടോ. എന്ത് അപ്പോൾ ഇപ്പാൻ്റെ ഷർട്ട് ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു റോസ് കളർ ഷർട്ട് എടുത്തത്. നോക്കുവോ? ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പിടിച്ചേ. കല്യാണ സാരിയോ? ശരിക്കും കല്യാണ സാരി അല്ല, അമ്മായിമ്മ പട. അല്ല ലെങ്കി മാറിയുണ്ടല്ലേ. നോട്ടെ ശരിക്കും മടിയൊക്കെ വെച്ചാണ് ആ വർക്കോട്ടെ. നല്ല ലെങ്കി മാറിയുന്ന സാരിയാണേ. വർക്കോട്ടെ പറഞ്ഞു നിർത്തിക്കാണേ. നല്ല പൈസ ആയിട്ടുണ്ടാവും. നല്ല വർക്കുണ്ടല്ലേ. അല്ല ഇത് പിന്നെ വെച്ചേന്നോ സംശയമുണ്ട്. ഡയമണ്ടിന്റെ സാരിയാണപ്പം അമ്മയമ്മപ്പെടാ. ഇതുപോലെ അങ്ങോട്ടൊക്കെ ഈ സാരി ഏതാ എനിക്ക്. ഞാൻ പുതിയ എണ്ണായി വന്നിട്ടേ പപ്പൻ്റെറ്റും വകത അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതാ ഈ സാരി. ഞാൻ പുതിയ എണ്ണ ആയ സമയത്ത്. ഞാൻ അപ്പോൾ അലമാറയിൽ എടുത്തോടുന്നേ. അങ്ങനെ ഉമ്മാൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പെരിന്തൽമണ്ണത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. കാറിൽ
ഞങ്ങൾ കാറിലും ഉമ്മിറ്റും വേറെ വണ്ടിയിലുമാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ പോവാത്തതുകൊണ്ട് അവർ വേറെ വണ്ടിയിലാണ്. അങ്ങനെ അതാ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതാ സെക്യൂരിറ്റി ഇവിടെ ഫുള്ളാണെന്ന് പറഞ്ഞ് വരികയാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള ക്ലബ് ഡൈൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരിന്തൽമണ്ണ വേറെ റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഷവായക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് നമ്മൾ ഷവായും നല്ല ചൂടുള്ള ഫുഡൊക്കെ കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബാണ് അല്ലേ. അപ്പോൾ നമ്മളിതാ താത്താനിറ്റും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോവാണ് കേട്ടോ, ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സീറ്റൊക്കെ അവർ തന്നെ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ വിളിച്ച് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ആക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുഡ് നമ്മൾ മസാല ഷവായും മന്തി റൈസും അതുപോലെ ഫ്രൈഡ് റൈസും ചിക്കൻ കടായി വെള്ളപ്പം ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കാട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലല്ലേ ഫുഡ് കിട്ടുക. അങ്ങനെ അതാ സാലഡുകളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷവായൊക്കെ എത്തുക. അപ്പോൾ ഇതാ നമ്മുടെ ഷവായ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളെ റൈസും കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റ സ്റ്റാർട്ടിങ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മസാല ഷവായ. അതിക്ക് പറ്റിയ നല്ല സോസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഫുഡാണോ അതോ നാടൻ ഭക്ഷണമാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മളുടെ സാധനപ്പം കൂടെ നമ്മൾ കുടിക്കുകയാണ്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ മാത്രം ഉണ്ടാവില്ല വീഡിയോയിൽ. അതുപോലെ തന്നെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുകയാണ്, ഭയങ്കര രസമാണല്ലേ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു പാർട്ടി ഒരുക്കിയിട്ടുള്ളത്. എൻ്റെ ഉമ്മാക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.